ഈ കോൺഗ്രസ് നേതാക്കൾ മുനമ്പത്തെത്തി സമരപ്രഖ്യാപനം നടത്തിയത് വീണ്ടും പറഞ്ഞു പറ്റിക്കാനാണ് എന്ന് നാട്ടുകാരുടെ പ്രവചനം ശരിയായി. ഈ മുസ്ലിം ലീഗ് നേതാക്കളും വിവിധ മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ നേതാവിനെ തള്ളി രംഗത്തെത്തിയതോടെ സമരം എന്ന വാക്ക് പോലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടാകുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടങ്ങും എന്ന് വി.ഡി. സതീശന്റെ പ്രഖ്യാപനം വന്ന് 11 ദിവസം പിന്നിടുമ്പോഴും സമരത്തിന്റെ തീയതി പോലും പ്രഖ്യാപിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര പരിപാടികളും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം ജനതയുടെ സമരം 1.5 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ മുനമ്പത്തേക്ക് എത്തി ഈ വാഗ്ദാനങ്ങളൊക്കെയും നൽകിയത്. എന്നാൽ ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള വരവാണെന്നും ഇപ്പോൾ പറഞ്ഞതൊക്കെ ഇവർ മാറ്റി പറയുമെന്നും അന്നേ കോൺഗ്രസിനെ നന്നായി മനസ്സിലാക്കിയ മുനമ്പം നിവാസികൾ പറഞ്ഞിരുന്നു. ക്രിസ്മസിന് മുമ്പ് ശരിയാക്കി തരാന്നാണ് പറഞ്ഞത്. അതിങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് അതൊരു വിശ്വാസമില്ല. ഈ സമരം തുടങ്ങണേക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ടും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് 51-ാം ദിവസമാണ് അവരിന്ന് തിരിഞ്ഞു നോക്കിയേക്കണത്. അപ്പൊ ഇതിനകത്തൊക്കെ ഞങ്ങൾ എന്ത് വിശ്വസിക്കും ഇവരെ പറ്റി? മുനമ്പം വിഷയത്തിൽ ആരംഭിക്കുന്ന പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്ന ആവശ്യം 1 മാസത്തിനുള്ളിൽ ജുഡീഷ്യൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നതായിരുന്നു. എന്നാൽ സമരപ്രഖ്യാപനം നടത്തി 10 ദിവസം പിന്നിടുമ്പോഴും സമരം വാക്കുകളിൽ ഒതുങ്ങുകയാണ്. മുസ്ലിം ലീഗ് നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ച് സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലീഗ് നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെ തള്ളി അവരുടെ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. ഇതോടെ സമരം നടക്കില്ലെന്ന് ഉറപ്പായി. ഒപ്പം മുനമ്പം ജനതയ്ക്ക് മുന്നിൽ അന്ന് വി.ഡി. സതീശൻ പറഞ്ഞ ഈ വാക്കുകൾ കള്ളമെന്നും വ്യക്തമാവുകയാണ്. മുഴുവൻ മുസ്ലിം സംഘടനകളുമായി അവരെ ആശയവിനിമയം നടത്തി ഞങ്ങളെല്ലാവരും. എന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം അവരെ മുഴുവൻ ബോധ്യപ്പെടുത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചുകൂട്ടി നിങ്ങളുടെ ഈ ആവശ്യത്തിന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും പിന്തുണ നൽകി. നിസ്സാര കാര്യമാണ്. ഞങ്ങൾ എല്ലാവരെയും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കേരളത്തിലെ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ്. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹരിക്കാൻ എന്ത് നിലപാട് സ്വീകരിച്ചാൽ ആദ്യം അതിന് പിന്തുണ കൊടുക്കുന്നത് ഞങ്ങളായി. ഒരു സംശയം. ഇതേസമയം ഇടതുമുന്നണിയും UDF-ഉം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ വീഴാതെ ശക്തമായി തുടരുന്ന മുനമ്പം സമരം ഇന്ന് 63-ാം ദിവസമാണ് കടക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. സുധീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുധീഷ്, വല്ലാത്ത മലക്കം മറിച്ചിലായിരുന്നു വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ നടത്തിയത്. കാരണം നമ്മളിപ്പോൾ കണ്ടു, ഇത് ഈ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊന്നും അങ്ങോട്ട് പോയില്ല. കാരണം ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിയാകുമോ എന്ന് പേടിച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ പോയി ഈ തരത്തിൽ ചില വാക്കുകൾ മുനമ്പം നിവാസികൾക്ക് കൊടുക്കുന്നു. അവർ എത്ര കണ്ട് ഈ 63 ദിവസങ്ങളായി സമര മുഖത്ത് നിൽക്കുന്നവർ എത്ര കണ്ട് ബുദ്ധിമുട്ടിലാണ്, വിഷമത്തിലാണ് എന്നറിയാം. അവിടെ ചെന്ന് ഇങ്ങനെ ചില വാഗ്ദാനങ്ങൾ നൽകി. ഒരുപക്ഷെ അന്നും വളരെ നിർവികാരതയോടെ ഇത് കണ്ടവരുമുണ്ട്. കാരണം അറിയാം ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഒരു മറുകണ്ഠം ചാടിയുള്ള പരിപാടി ഉണ്ടാകുമെന്ന് അവർ തീരെ പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും ഈ സമരപ്രഖ്യാപനം എന്ന് അന്ന് പറഞ്ഞതൊക്കെയും വെള്ളത്തിൽ എവിടെയോ ഒലിച്ചു പോയി എന്നുള്ള കാര്യം മുനമ്പം നിവാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സുധീഷ്, അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുസ്ലിം സംഘടനകളുമായി എല്ലാം കൂടിയാലോചിച്ച് എല്ലാവരും മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ UDF-ന് ഇല്ലെങ്കിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും സാധിച്ചു എന്ന തരത്തിലായിരുന്നു പ്രഖ്യാപനം. അത് വളരെ ആവർത്തിച്ച് ആ മുനമ്പം ജനതയ്ക്ക് മുമ്പിൽ വി.ഡി. സതീശൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ മുസ്ലിം ലീഗിനുള്ളിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ധാരണയും തങ്ങൾക്കില്ല. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് അവർ പരസ്യമായി പറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം, മുനമ്പം ജനതയെ പറഞ്ഞു പറ്റിക്കുക എന്നത് തന്നെയായിരുന്നു അന്നത്തെ കോൺഗ്രസ് MLA-മാരുടെ മുനമ്പം സന്ദർശനത്തിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത്. അവിടെ തന്നെ കുറ്റം പറഞ്ഞു. ഇതിന്റെ യോഗം വിളിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് സർക്കാരിന്. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്ന UDF-ഉം ഈ സമരപന്തലിലേക്ക് ആദ്യമായി എത്തുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു. അപ്പം LDF-ഉം UDF-ഉം ഇതിൽ സ്വീകരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും എല്ലാം ഒന്ന് തന്നെയാണെന്ന്
എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അവർ പരസ്പരം പഴിചാരി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അന്ന് നടത്തിയ പ്രസംഗങ്ങളിലടക്കം വഖഫ് നിയമം പ്രശ്നമല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇനി വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിയാലും നിങ്ങൾക്ക് ഗുണമുണ്ടാകില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അതിനുശേഷമാണ് പ്രഖ്യാപിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള വിവിധ മുസ്ലിം സംഘടനകളെ അടക്കം അണിചേർത്തുകൊണ്ട് കൊച്ചിയിൽ വെച്ച് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിക്കൊണ്ട് വഖഫ് വിഷയത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നു. മുനമ്പം ജനതയ്ക്ക് വേണ്ടി പ്രക്ഷോഭം തുടങ്ങിയാണ്. അത് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ച് ഇന്ന് 11 ദിവസം കഴിഞ്ഞ് 12ാമത്തെ ദിവസം തുടങ്ങുകയാണ്. ഇതുവരെയും എന്ന് സമരം നടത്തും, എവിടെ നടത്തും, ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. അതിൽ ഏറ്റവും രസകരമായ കാര്യം 1 മാസത്തിനുള്ളിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം പൂർത്തിയാക്കി ഇതിൽ നടപടി ഉണ്ടാകണം എന്നതായിരുന്നു ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞിട്ട് 1 മാസത്തിന്റെ പകുതിയോളം ആവുമ്പോഴും ആ സമരം ആരംഭിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മുനമ്പം ജനതയോടെ ഇവരുടെ വാക്കുകളിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇവിടെ വ്യക്തമാകുന്നത്. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം ഇത് അന്ന് തന്നെ ഈ മുനമ്പത്ത് വി ഡി സതീശനും മറ്റ് UDF MLA-മാരും ഹൈബിയുടെ MPയും ചെല്ലുമ്പോൾ തന്നെ കൃത്യമായും അവിടുത്തെ ജനത മനസ്സിലാക്കിയിരുന്നു ഇത് തട്ടിപ്പാണ്, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള സന്ദർശനം മാത്രമാണ്. മണിപ്പൂരിന് വേണ്ടി വാചാലനാകുന്ന ഹൈബീഡൻ ഒരിക്കലും സ്വന്തം മണ്ഡലത്തിൽപ്പെട്ട മുനമ്പത്തിന് വേണ്ടി ഒന്നും ലോക്സഭയിൽ സംസാരിച്ചിട്ടില്ല. ഇവിടുത്തെ MLA-മാരെല്ലാം വഖഫ് നിയമ ഭേദഗതിക്കെതിരായി വോട്ട് ചെയ്തവരാണ്. അത് കൃത്യമായി മനസ്സിലാക്കി ഇവരുടെ പാഴ്വാക്കുകളെ പുച്ഛിച്ച് തള്ളുന്ന തരത്തിൽ അവിടുത്തെ ജനങ്ങൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അന്നുണ്ടായത്. അത് ശരിയായ ഒരു സമീപനമായിരുന്നു മുനമ്പം ജനത സ്വീകരിച്ചത് എന്നതുകൂടി അരക്കെട്ടിട്ട് ഉറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സമീപനം. പിന്നീട് ചോദിക്കുമ്പോൾ ഇനി വിവാദങ്ങൾക്കില്ല, അതിൽ പ്രതികരിച്ച് വിവാദത്തിനില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി വന്നാൽ അതിനൊപ്പം നിൽക്കും, ഞങ്ങളുണ്ട്, ആദ്യം അതിനെ പിന്തുണയ്ക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് പറയുന്നത്. പക്ഷേ ഇവർക്കെതിരായ സമീപനത്തെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറി എന്നത് തന്നെയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. ഇത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതേ സാഹചര്യത്തിൽ LDF-ഉം വലിയ രീതിയിൽ ഈ സമരം അവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തിയിരുന്നു. പക്ഷേ അതിനവർ വഴങ്ങിയില്ല. കോൺഗ്രസിന്റെ പ്രഖ്യാപനങ്ങൾ വന്നു, അതിലും ഒന്നും പെടാതെ, അതിലൊന്നും വിശ്വാസ്യതയിൽ എടുക്കാതെ അവർ സമരവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനിയും ഒരു കാര്യം, ക്രിസ്മസിന് മുമ്പ് ഈ വിഷയം തീർന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷം UDF കോൺഗ്രസ് MLA-മാർ മുനമ്പം ജനതയ്ക്കൊപ്പമാണ് എന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഇനിയും ആ സമരപ്പന്തലിലേക്ക് ഇവർ തിരിഞ്ഞു നോക്കുമോ എന്നതുകൂടിയാണ് നമുക്ക് കണ്ടറിയേണ്ടതും. വീണ, തീർച്ചയായും കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ ഇരട്ടത്താപ്പാണ് വ്യക്തമാവുന്നത്. അവിടെ സമരം നടത്തുന്നവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. കോൺഗ്രസ് പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇതെല്ലാം നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുകയും വഖഫിന്റെ അധിനിവേശത്തിനെതിരായി കൊണ്ടുവരുന്ന നിയമത്തിനെതിരെ ഇടതു വലത് മുന്നണികൾ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കുകയും ചെയ്യുന്ന വിരോധാഭാസം അത് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്.